ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഏജ് റിപ്പോർട്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ താമസാണ്. അപ്പം നമുക്ക് ഈ വർഷത്തെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള, അതായത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന സമയത്ത് ഒരു വെറൈറ്റി ചോദ്യം കണ്ടു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മിക്കവാറും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ എന്നോട് കുറേ പേര് ചോദിച്ചു, മിസ് ഇത് എങ്ങനെ ചെയ്യാന്ന്. അപ്പോൾ ഞാൻ വെച്ച ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കേട്ടോ. യെസ്, അപ്പം അതിന്റെ ആൻസർ പറഞ്ഞതിന് മുന്നേ മക്കളെ, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ യൂസ്ഫുൾ ആയി എന്നൊന്ന് കമന്റ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. യെസ്, സോ അതുപോലെ നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് മക്കളെ. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എല്ലാവരും തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്തൊന്ന് ജോയിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കാരണം നമുക്ക് ഓണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് നോട്ട്സും മെറ്റീരിയൽസും അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, ഫൈൻ. സോ ഈ ഒരു ആക്ടിവിറ്റീന്റെ പേര് ഇവന്റ് ഇൻവിറ്റേഷൻ എന്നാണ് കേട്ടോ. ഇത് നമ്മുടെ SCERT പ്രസിദ്ധീകരിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടിട്ടുള്ള ഒരു സാധനമായിരുന്നു, ഇവന്റ് ഇൻവിറ്റേഷൻ. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടായി, മിസ് എന്താണ് ഈ ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഇത് സംഗതി നമ്മുടെ നോട്ടീസ് തന്നെയാണ്. നോട്ടീസ് ഒന്ന് പേരൊക്കെ മാറ്റി ഒന്ന് കുട്ടപ്പനായി സ്റ്റൈലിഷ് ആയി വന്നിട്ടുള്ളതാണ് ഈ ഇവന്റ് ഇൻവിറ്റേഷൻ കേട്ടോ. അപ്പം ഇതെന്താ സംഭവം എന്ന് ചെയ്യാല്, നമ്മുടെ എന്താ പറയാ, യെസ്, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിയിട്ട് അത് ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ്സ് ടു കണ്ടക്ട് എ ബുക്ക് ഫെസ്റ്റിവൽ. നമ്മുടെ സ്കൂളിൽ ബുക്ക് ഫെസ്റ്റിവൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കാം. ദ എയിം ഓഫ് ദ ഫെസ്റ്റ് ഇസ് ടു ഇൻട്രൊഡ്യൂസ് ദ ബുക്സ് ഓഫ് ഫേമസ് നോബൽ ലോററ്റ്സ് ടു ദ സ്റ്റുഡൻസ്. അതായത് കുട്ടികൾക്ക് നോബൽ ലോററ്റ്സിന്റെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളതാണ് ഉദ്ദേശം. പ്രിപ്പയർ ആൻ ഇവന്റ് ഇൻവിറ്റേഷൻ ഇൻക്ലൂഡിംഗ് ഓൾ ദ ഡീറ്റെയിൽസ് ഫോർ ദ പർപ്പസ്. അപ്പം അതിലേക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇവന്റ് ഇൻവിറ്റേഷൻ ഇറക്കണം. ഇവിടെ ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇവന്റിലേക്ക്, ഒരു പരിപാടിയിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുക, ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാന്നുള്ളതാണ് ആ ഇവന്റ് ഇൻവിറ്റേഷന്റെ ധർമ്മം. ഓക്കെ, ഇത് എനിക്കൊന്നു 5 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ, എനിക്കൊന്ന് 4 to 6 മാർക്സിന് ഇടക്കാണ് ഇതിന് മാർക്ക് വരിക കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ഫോർമാറ്റ് നമുക്ക് കാണിച്ചു തരാം. ആദ്യം മേലെ നമ്മൾ നോട്ടീസിനൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ആ ഒരു നിങ്ങൾ പഠിക്കുന്ന സ്കൂൾ ഏതാണോ ആ സ്കൂളിന്റെ പേരാണ് ഏറ്റവും മേലെ കൊടുക്കേണ്ടത്. അതിന് തൊട്ട് താഴെയായിട്ട് നെയിം ഓഫ് ദ ഇവന്റ്, എന്താണോ നമ്മുടെ പ്രോഗ്രാം ആ പ്രോഗ്രാമിന്റെ ടൈറ്റിലാണ് നെക്സ്റ്റ് നിങ്ങൾ താഴെ കൊടുക്കേണ്ടത്. സോ ആദ്യം നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ സ്കൂളിന്റെ പേര് മേലെ കൊടുക്കുക. തൊട്ട് താഴെ എന്താണ് നമ്മുടെ പ്രോഗ്രാം എന്താണോ ആ പ്രോഗ്രാം കൊടുക്കുക. അതിനുശേഷം സാല്യൂട്ടേഷൻ ആണ്, അതായത് നമ്മൾ അല്ലെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരെ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഡിയർ ഓർ റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സല്യൂട്ടേഷൻ അവിടെ കൊടുക്കുക, സാല്യൂട്ടേഷൻ കൊടുക്കുക. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ ആണ്. ആ ഇൻട്രൊഡക്ഷന്റെ അകത്ത് നമ്മൾ പറയണം എന്താണ് പരിപാടി നടക്കുന്നത്, എന്നാണ് പരിപാടി നടക്കുന്നത്, എവിടെയാണ് പരിപാടി നടക്കുന്നത്. സോ വാട്ട് അല്ലെ, വാട്ട് ഈസ് ദ ഇവന്റ്, ദെൻ വെൻ, അതിന്റെ ടൈമും ഡേറ്റും എപ്പോഴാണ്, വേർ, ലൊക്കേഷൻ എവിടെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തിൽ കൊടുക്കേണ്ടത്, അതിന് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇൻഫോർമേഷൻ, നമ്മളിപ്പോ ഒരു നോട്ടീസ് ഒക്കെ ആവുന്ന സമയത്ത് കീ ഇവന്റ്സ് അല്ലെങ്കിൽ എന്താ പറയാ ഇവന്റ് ഹൈലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കൂലേ, അങ്ങനെ ആ പ്രോഗ്രാമിലെ മെയിൻ ആയിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അതാണ് ഈ പറയുന്ന ഇൻഫോർമേഷനിൽ കൊടുക്കേണ്ടത്. ഹൂ, അതാണ് ആരാണ് പരിപാടി നടത്തുന്നത് അല്ലെ, ഹോസ്റ്റ് ഓർ ഹൂ കണ്ടക്ട്സ് ദ ഇവന്റ് ഓർ ഗസ്റ്റ്സ് ഓഫ് ദ ഇവന്റ്. ആ ഇവന്റിലുള്ള ഗസ്റ്റുകൾ ഉണ്ടെന്നാണല്ലോ. ഇപ്പൊ നോബൽ പ്രൈസ് ലോററ്റ്സിന്റെ ഒരു പരിപാടിയാണല്ലോ. സോ ഒബ്വിയസ്ലി ഏതെങ്കിലും എഴുത്തുകാരൊക്കെ അവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. നെക്സ്റ്റ് വൈ, എന്താണ് ഈ പ്രോഗ്രാം നടത്തുന്നതിന്റെ റെലവൻസ് എന്താണ്, എന്തിനു വേണ്ടിയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. നെക്സ്റ്റ് ഹൗ അല്ലെ, അതർ ഡീറ്റെയിൽസ് ഓഫ് ദ ഇവന്റ്സ്, ആ ഇവന്റ്സിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കൂടിയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ആൻഡ് അതിനുശേഷം നമ്മൾ ഇൻവിറ്റേഷൻ, അതായത് എന്താണ്, വി കോർഡിയലി ഇൻവൈറ്റ് യുവർ എസ്റ്റീംഡ് പ്രസൻസ് അല്ലെ, ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം നിങ്ങളുടെ മഹനീയ സാന്നിധ്യം ക്ഷണിക്കുന്നു എന്നുള്ളതാണ് വി കോർഡിയലി ഇൻവൈറ്റ് യുവർ എസ്റ്റീംഡ് പ്രസൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ അങ്ങനെ എഴുതി വെക്കുക, വി കോർഡിയലി ഇൻവൈറ്റ് യുവർ എസ്റ്റീംഡ് പ്രസൻസ് ടു ദ ഇവന്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുക. പ്ലേസും ഡേറ്റും കൊടുക്കുക, നിങ്ങളുടെ സിഗ്നേച്ചറും ക്ലബ് സെക്രട്ടറി എന്ന് പറഞ്ഞ കാര്യം ഡെസിഗ്നേഷൻ അതും കൊടുക്കുക. അത്രേ ഉള്ളൂ മക്കളെ. നോട്ടീസ് തന്നെയാണ്, അതിന്റെ പേരൊന്ന് ചായ മാറ്റിയെന്നുള്ളൂ കേട്ടോ. അപ്പൊ ഒരു മോഡൽ നോക്കിയിടാം. ഗ്രീൻ വാലി സീനിയർ സെക്കൻഡറി സ്കൂൾ, കണ്ടോ, നമ്മൾ സ്കൂളിന്റെ പേര് കൊടുത്തു, ആ ഒരു ഓർഗനൈസേഷന്റെ പേര് കൊടുത്തു. നെക്സ്റ്റ് ബുക്ക് ഫെസ്റ്റിവൽ നോബൽ ലോററ്റ്സ് വേർഡ്സ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ്, കണ്ടോ. അപ്പൊ ആ പ്രോഗ്രാം ടൈറ്റിൽ കൊടുത്തു. അതിനുശേഷം എന്താ സാല്യൂട്ടേഷൻ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഡിയർ റെസ്പെക്ടേഴ്സ് ഓർ മാഡം എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ സാല്യൂട്ടേഷൻ കൊടുത്തു. അതിനുശേഷം നോക്കിയേ ആ പ്രോഗ്രാം അല്ലെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറയാൻ കേട്ടോ. വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ അല്ലെ, എന്താണ് അവിടെ സംഭവിക്കുന്നത്. ആ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ ബുക്ക് ഫെസ്റ്റിവൽ ഓൺ, എന്നാണ് ഡേറ്റ് എന്താണ് 25th August 2025 എന്നുള്ള ഡേറ്റും അറ്റ് എത്ര മണിക്കാണ് 10 AM അല്ലെ. അപ്പം ആ സമയത്ത് അവിടെ നടക്കുന്നു. നൗ വേർ ഇസ് ദ വെന്യൂ, എവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്,
in the school auditorium. School auditorium ആണ് പ്രോഗ്രാം നടക്കുന്നത്. The festival aims to introduce students to the works of world-renowned Nobel Prize winning authors and their contributions to literature. അല്ലെ എന്താണ് ലിറ്ററേച്ചറിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശം. അതാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ അല്ലെങ്കിൽ ആ ഒരു എന്താണ് വാട്ട് ഈസ് ദ ഇവന്റ് അബൌട്ട്, എന്താണ് ആ പ്രോഗ്രാം നടക്കുന്നത് എന്നതിനെ കുറിച്ച് എഴുതുന്നത് കേട്ടോ. അതിനുശേഷം നെക്സ്റ്റ് നോക്കിയേ, നമ്മൾ ഗസ്റ്റുകളുടെ കാര്യം പറയണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? സോ വി ആർ ഓണർഡ് ടു ഇൻവൈറ്റ് ഡോക്ടർ അനിത റാവു, നോട്ടഡ് ലിറ്റററി ക്രിട്ടിക്, ആൻഡ് മിസ്റ്റർ ജോൺ മാത്യൂസ്. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 2-3 എഴുത്തുകാരെ വേണമെങ്കിൽ ശശി തരൂരിനെയൊക്കെ വെച്ചോളൂ കേട്ടോ. അങ്ങനെ ഒരു ലിറ്ററേച്ചർ പ്രോഗ്രാം ആവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ശശി തരൂരിനെയൊക്കെ വെക്കാം. ഓക്കെ, അങ്ങനെ പറയാം. ദെൻ അവാർഡ് വിന്നിംഗ് ഓഥർ ആൻഡ് ട്രാൻസ്ലേറ്റർ ആസ് അവർ ഗെസ്റ്റ്സ് ഓഫ് ഓണർ. അപ്പം ഗെസ്റ്റ്സ് ഓഫ് ഓണർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവരെ ആദരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഈ പറയുന്ന 2 വ്യക്തികളെയും ആദരിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കുകയാണ്. Then their insights into the lives and works of Nobel laureates will inspire and broaden the literary horizons of our students. അല്ലെ, അവരുടെ ആ ഒരു അറിവും എന്താ പറയുക കാഴ്ചപ്പാടും നമ്മളുടെ സ്റ്റുഡൻസിന്റെ എന്താണ് ഒരു ലിറ്ററേച്ചറിനോടുള്ള കാഴ്ചപ്പാടിനെ വളരെ ബ്രോഡൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്ന് പറയാണ്. എന്നിട്ട് താഴെ കണ്ടോ വേറൊരു ഇൻവിറ്റേഷൻ കണ്ടോ, വി ലുക്ക് ഫോർവേഡ് ടു യുവർ പ്രസൻസ് ടു മേക്ക് ദിസ് ലിറ്റററി സെലിബ്രേഷൻ മോർ മീനിങ് അല്ലെ. ഒന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ we cordially invite your esteemed presence to the event for the event എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാണ് കണ്ടോ, നമ്മുടെ പ്ലേസ് കൊടുത്തു, ഡേറ്റ് കൊടുത്തു, സിഗ്നേച്ചർ ആൻഡ് ഡെസിഗ്നേഷൻ. സോ ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി കേട്ടോ. അതിൽ കൂടുതൽ ഒന്നുമില്ല, നോട്ടീസ് തന്നെയാണ്. നോട്ടീസിനെ ഒരു ലെറ്ററിന്റെ ഫോമാറ്റിലേക്ക് മാറ്റി എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.